മോളെ, അച്ഛൻ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മോള് വേറെ ഒരു വീട്ടിൽ കയറുക, അതുപോലെ വേറൊരാളുടെ ഭാര്യയാ. ഇനി കുട്ടിക്കളിയും വാശിയും ഒന്നും പാടില്ല. സന്തോഷത്തോടെ ജീവിക്കണം എൻ്റെ മോള്. അച്ഛാ, ഐ മിസ് യു അച്ഛാ. ഇന്ന് രാത്രി എൻ്റെ അച്ഛനെ വിളിക്കണം. എനിക്ക് അച്ഛൻ്റെ ശബ്ദം കേൾക്കാണ്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. മോളെ അവർ വരുന്നു. ഇനി ഇതേപ്പറ്റി ആലോചിച്ച് ഒരിക്കലും എൻ്റെ മോള് സങ്കടപ്പെടരുത്. ഇന്ന് രാത്രി അമ്മയും അച്ഛനും മോളെ വിളിക്കുന്നതാണ്. പോയിട്ട് വാ. ആനന്ദവും കൃപയും ഇങ്ങനെ കരഞ്ഞ പൂജ മോൾക്ക് സങ്കടാവില്ലേ? അവള് എൻ്റെ വീട്ടിലോട്ടല്ലേ വരുന്നത്. എൻ്റെ മരുമോളായിട്ടല്ല, എൻ്റെ മോളായിട്ടാ. ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ അവളെയും കാണുള്ളൂ. ഇല്ല, കരയുന്നില്ല. എന്നാ നിങ്ങൾ പോയിക്കോ, പോയിട്ട് വാ. കൃപേന്റി, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണല്ലോ ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. എനിക്കിനി ചേട്ട മാത്രമല്ല, ചേച്ചി ഉണ്ടല്ലോ. കൃപ, എന്നാ പോയിട്ട് വരാം. ആനന്ദേട്ടാ, പോയിട്ട് വരാം. ഇതാ മോളെ പാല്. മോള് റൂമിലോട്ട് പോയിക്കോട്ടോ. അമ്മേ. ചേച്ചി, ഹാവ് എ മെമ്മറബിൾ നൈറ്റ്. ഒന്ന് പോടി. ആകാശ്, പാല് അമ്മ തന്നു വിട്ടതാ. കല്യാണത്തിന് മുമ്പ് പെണ്ണ് കണ്ടപ്പോൾ ഞാൻ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആ, അമ്മയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രം, അല്ലാണ്ട് എന്നോടൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നല്ലേ? ഞാൻ കുറേ പറഞ്ഞു നോക്കി പാരൻസിനോട് ഈ കല്യാണം ഒഴിവാക്കാൻ. കാരണം ഞാൻ ഇപ്പോഴൊരു പെണ്ണിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. എന്നെ വിശ്വസിച്ച് അവിടെ നിൽക്കുക അവൾ. പക്ഷേ നിങ്ങളുടെ കുടുംബത്തെ മാത്രമേ എൻ്റെ പാരൻസ് നല്ലതായി കണ്ടുള്ളൂ. ആകാശ്, ഞാൻ നിൻ്റെ ഭാര്യയായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു അധികാരം എനിക്ക് വേണ്ട. നീ ഇപ്പോൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് തന്നെ മതി. കാരണം നീ എന്നോട് വിവാഹത്തിന് മുൻപേ പറഞ്ഞതാ. എനിക്കും നിവൃത്തിയില്ലാണ്ട ഞാനിതിന് സമ്മതിച്ചത്. ഓക്കെ, പക്ഷെ കൂടുതലായിട്ടും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. പാലെനിക്ക് വേണ്ട. ഇനിയും എനിക്ക് കുറേ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. ആരായിരിക്കും ആകാശ് ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ പെൺകുട്ടി? മമ്മി, ഞാൻ ഓഫീസിൽ പോവാം. എൻ്റെ ബാഗ് എവിടെ? ഇതാ ബാഗ്. ഹേ, ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നിന്നോടാരും എൻ്റെ ബാഗ് എടുക്കാൻ പറഞ്ഞത്? നീ എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും ഒന്നും ചെയ്യണമെന്നില്ല, പ്ലീസ്. അത് മമ്മി പറഞ്ഞത് എന്നോട് ബാഗ് എടുത്ത് കൊടുക്കാൻ, അല്ലാണ്ട്. ഇന്ന് ഞാൻ ഓഫീസിലും പോകുന്നില്ല എന്നെക്കൊണ്ട്. ആകാശ്, പ്ലീസ് ആകാശ്, ഞാൻ കാരണം നീ ഓഫീസിൽ പോകാണ്ടിരിക്കട്ടെ. പ്ലീസ് ആകാശ്. ആകാശ്, പ്ലീസ് ആകാശ്, ഞാൻ ഇനി ഇങ്ങനെയൊന്നും കാണിക്കില്ല. നീ ഓഫീസിൽ പോകാണ്ടിരിക്കല്ലേ, പ്ലീസ്. സ്റ്റുപ്പിഡ്, എൻ്റെ വയ്യാൽ ഇങ്ങനെ നടന്നിട്ട് എന്നെ ശല്യം ചെയ്യരുത്. അഥവാ മമ്മിയോ എൻ്റെ സിസ്റ്ററോടും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളൂ എനിക്ക് സുഖമില്ലാണ്ട് പോകാത്തതെന്ന്. നീയാണ്ട് ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ. അല്ല ചേച്ചി, ആകാശേട്ടൻ എന്താ ഇന്ന് ഓഫീസിൽ പോവാത്തത്? അത് സുഖമില്ലാണ്ടെന്നാ പറഞ്ഞേ. നടക്കട്ടെ, ഇന്നലത്തെ വല്ലതുമായിരിക്കും. അയ്യോ, അങ്ങനൊന്നുമല്ല മോളെ. പ്ലീസ് ആക്സെപ്റ്റ് റിയാലിറ്റി. ആകാശ്, നീ എന്തിനാ എപ്പോഴും എന്നെ തന്നെ സ്നേഹിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നീ കല്യാണം കഴിച്ചു. നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും രീതിയിൽ അപകടം ഉണ്ടായിരിക്കും. ഞാൻ അവളെ എൻ്റെ ഭാര്യയെ പോലെ അല്ല കാണുന്നത്. നീ ആദ്യം മനസ്സിലാക്ക്. ആകാശ്, നീ ചെയ്യുന്നത് തെറ്റാടാ. ഞാൻ ഇനി നിൻ്റെ ലൈഫിൽ വരില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. നമ്മൾ ഇന്ന് തൊട്ട് ഇനി കാണില്ല. നീ അവൾ കാരണമെന്ന് നീ വിചാരിച്ച അവളെ തല്ലരുത്. നീ എന്നെ വിട്ടു പോയാൽ അപ്പം ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. സത്യം സത്യം. ആകാശ്, നിൻ്റെ പാരൻസിന് അറിയില്ല. അതായത് ഞാൻ ആരുടെ മോളാന്ന് നിൻ്റെ പാരൻസിന് അറിയില്ലടാ. അതാ നമ്മൾ തമ്മിൽ ഒന്നിക്കാത്ത. അതായത് എൻ്റെ ചേച്ചിയാടാ നീ താലി കെട്ടിയത് എൻ്റെ ചേച്ചിയാ, എൻ്റെ പൂജേച്ചി. ആകാശ്, പിന്നെ നിൻ്റെ പപ്പയും എൻ്റെ പപ്പയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ നിൻ്റെ പപ്പയ്ക്ക് എൻ്റെ ചേച്ചിയെ ഇഷ്ടമായത്. എന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ പണ്ട് തൊട്ട് ഒറ്റ അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് വേറെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ പോലും എൻ്റെ പപ്പയെ കാണാത്തത് നേരിട്ട്. പിന്നീട് കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ ചേച്ചി വിവാഹം കഴിക്കുന്നത് ഞാൻ സ്നേഹിച്ച ചെക്കനെ തന്നെയാണ്. പക്ഷെ സങ്കടം ഉണ്ടായിരുന്നു, അതിനുപരി നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവൾ പാവ, പിന്നെ അവൾക്ക് കിട്ടാത്തത് നല്ല ബന്ധമാണ്. എന്നെക്കാളും നല്ലതവള്. എന്തുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു? എൻ്റെ പാരൻസ് അത്രയും നിർബന്ധിച്ചു. അവർ കാല് പിടിച്ചപ്പോൾ സമ്മതിച്ച് പോയതാ. പക്ഷെ എനിക്ക് ആകാശ്, പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, എന്നെ തല്ലരുത്. അതായത് നീ എന്നെ കുറേ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. 2 വർഷം നീ എന്നെ സ്നേഹിച്ചു മനസ്സിലായിട്ട്. അതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞാൻ നമ്മുടെ റിലേഷനെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ബിക്കോസ് ഞാൻ ആ 2 വർഷം നീ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? കാരണമുണ്ട് ആകാശ്. എന്താടി? ആകാശ് സോറി, ഐ എം ലെസ്ബിയൻ. ഞാൻ നിൻ്റെ കൂടെ ഇത്രയും കാലം സ്നേഹിച്ചു നിന്നത് നിന്നെ ചതിക്കാനൊന്നുമല്ല. പക്ഷെ നിൻ്റെ സ്നേഹം അറിഞ്ഞു. നിന്നെ എൻ്റെ ലെസ്ബിയൻ എന്നത് മറിച്ച് വെച്ച് നിന്നെ കല്യാണം കഴിക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞാൽ പറ്റൂ, ഞാൻ ലെസ്ബിയനാണ്. അതൊക്കെ കൊണ്ട് 2 വർഷം നീ എൻ്റെ പുറകെ നടന്നിട്ടും ഞാനത് സമ്മതിക്കാത്തത്. പക്ഷെ എല്ലാവരും പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റിയത്. ക്ഷമിക്കണം എന്നോട്. ഐ ഡോണ്ട് ലൈക്ക് ബൈസെക്ഷൻ, ലെസ്ബിയൻ, ഗേ എക്സെട്ര. സോ ഗുഡ് ബൈ. എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് നിനക്ക്. കാരണം ഞാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ നീ ഇങ്ങനെ തള്ളിക്കളഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചെന്നറിയോ? ഇങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ മാറ്റാൻ, ഞാൻ നിനക്ക് വേണ്ടി മാറ്റാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു 2 വർഷത്തെ പ്രണയം, ഇത്രയും കാലം നമ്മൾ പ്രണയിച്ചതൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോയില്ലേ? അതാ പറഞ്ഞത്, ആരും റിയലല്ല, നിനക്ക് ചേർന്നതല്ല ഞാൻ. എന്തെങ്കിലും ഒരിക്കൽ നീ അതറിഞ്ഞാൽ ചിലപ്പോൾ നീ എന്നെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും. ദൈവമെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്, അത് തന്നെ നടക്കുള്ളൂ. സോ ശരിയാ, ബൈ. എന്നെ ഇനി നീ എങ്ങനെ കാണാനും കുഴപ്പമില്ല. ഐ എം ഹാപ്പി ബിക്കോസ് നിനക്ക് കിട്ടിയതിപ്പോൾ നല്ല ലൈഫാണ്. ബൈ. ഓ, ഇതെന്താ ഇവൻ വരാത്തത്? എത്ര നേരമായി? സമയം 12 രാത്രി. അമ്മ ഇനി കാത്ത് നിൽക്കണ്ട, കിടന്നോ. കാരണം സമയം കുറേ വൈകിയല്ലോ. അമ്മ ഉറങ്ങിക്കോ, ഞാൻ ആൾ വന്നാൽ ഭക്ഷണം കൊടുത്തോളാം. ശരി മോളെ, ഇനിയും ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാവും വന്നില്ലെങ്കിൽ മോള് പോയി കിടന്നോ കേട്ടോ. ആ അമ്മ, എനിക്ക് പ്രത്യേകിച്ച് ഉറക്കമൊന്നും വരാൻ ടൈമായില്ല. 1 മണിയൊക്കെ ആവും. ആകാശ് വീട് ഇല്ലടി, ഞാൻ വീടില്ല. ഇന്നുണ്ടല്ലോ പലതരം സത്യങ്ങൾ ചെവി കൂടി കേട്ട ദിവസം. എന്തായാലും എല്ലാവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. ആകാശ്, നീ എന്തൊക്കെ പറയുന്നത്? നീ മദ്യപിച്ചിനോ? ചെറുതായിട്ട്. ആകാശ്, നീ എന്നെ വിട്. നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അനിയത്തിയും അമ്മയൊക്കെ വന്നാൽ കാണും. നീ എന്നെ വിട് ആകാശ്. ഓക്കെ. ആകാശ്, നിനക്ക് ഫുഡ് എടുക്കട്ടെ? എനിക്ക് ഫുഡല്ല വേണ്ട കഴിക്കാൻ, എനിക്ക് നിന്നെ കഴിച്ചാൽ മതി. മോളെ, അവൻ എപ്പോഴാണ് മോളെ വീട്ടിലെത്തിയത്? അമ്മ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. അമ്മ, ചേട്ടൻ എണീക്കേണ്ട സമയമായില്ലേ? ചേട്ടൻ എന്നും 7 മണിക്ക് എണീക്കുമല്ലോ. ഇതിപ്പോൾ മണി 11 ഇതുവരെ ചേട്ടൻ എണീച്ചില്ല. വെള്ളം പോയിട്ട് ഒഴിച്ചെടുത്താലോ മുഖത്ത്? അമ്മ, അതൊന്നും വേണ്ട, എപ്പോഴെങ്കിലും എണീക്കട്ടെ. ചേച്ചി, സാധാരണ അവന് നേരത്തെ തന്നെ എണീക്കുന്നതായി. ഇപ്പം എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഓ, എന്നാൽ മോള് പോയിട്ട് വിളിച്ചോ? ഞാൻ കുളിക്കട്ടെ. ഇതെന്താ എൻ്റെ തല ഇങ്ങനെ കുത്തി പറിക്കുന്നത്? എന്ത് വേദന ഇത്! ഞാൻ ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വരാന്ന് വിചാരിച്ചായിരുന്നു. ഓ, എൻ്റെ പൊന്നു മോളെ, അറിയാണ്ട് ഉറങ്ങിപ്പോയത്. അതിന് നീ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, സാധാരണ അലാറം വെച്ചിട്ടെങ്കിലും ചേട്ടൻ എണീക്കുന്നുള്ളൂ. സത്യം പറ, എന്താ പറ്റി? എടി മുതല തളിച്ചി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അതിനെന്താടി? ഓ, മുതല തളിച്ചോ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് മോർണിംഗ് ഏട്ടൻ എണീച്ചത് എത്ര മണിയാണെന്നറിയോ? 6 മണിക്ക്. ഒന്നും നടന്നില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇതാ ഇപ്പോൾ അറിയില്ല. ഇപ്പം എന്താ പറയാ, സാധാരണ അലാറം വെച്ച് എണീക്കുന്ന ആളാണ്. ഇന്നലെ വല്ലതും? അയ്യോ, അപ്പൊ കാര്യമായിട്ട് എന്തോ ഒന്ന് നടണം. അമ്മ ബാഗ്. ഇന്നെന്റെ മോന് നല്ലോണം ലേറ്റ് ആണല്ലോ. അമ്മ, പൂജ എവിടെ? പൂജ അടുക്കളയിലാടാ ഉള്ളത്. ശരി, എന്നാ ഞാൻ പോവാമ്മ. ഹായ് എന്തി, പൂജയുണ്ടോ? ഞാനൊന്ന് അവളെ കാണാൻ വന്നത്. ഞാൻ അവളുടെ കസിനാ. ആ മോനെ ഉണ്ട്, അവൾ അടുക്കളയിലാ. ഞാൻ വിളിക്കാം. നീ ആരാ പൂജൻ്റെ? കസിൻ അഥവാ മുറച്ചെറുക്കൻ എന്നൊക്കെ പറയും. എടാ കുട്ടാ, എടാ ഇത്ര ആടെന്ന് കണ്ടിട്ട്. പൂജ ബേബിയുടെ ഒരു കാര്യം പറയാനുണ്ട്. എടാ നീ ഒന്നില്ല, എനിക്ക് നിന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അങ്ങനെ അവർ 2 പേരും ബാൽക്കണിയിലോട്ട് പോയി. ആകാശാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യം മൂത്ത് നിൽക്കുവാണ് കേട്ടോ. പൂജ, ഞാൻ പ്രത്യേകിച്ച് നിന്നെ കാണാൻ വന്നത്, എനിക്കറിയാം അവർ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, നിന്നെ വെറും ഇങ്ങനതായിട്ട് കാണുകയാണ്, വേറൊരു പെണ്ണിനോട് അവനക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ. എന്തിനാ ഈ ലൈഫിൽ നീ ജീവിക്കുന്നത്? അവന് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ അവനെ സ്നേഹിക്കുന്നത്? നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ? പൂജ, ചെറുപ്പം തൊട്ടേ നമ്മൾ തമ്മിലുള്ള ഇതൊക്കെ നിനക്കറിയാലോ. എനിക്ക് നിന്നെ ഇഷ്ടം നിനക്കറിയാലോ. ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് നിന്നെ മാരേജ് ചെയ്യുന്നത് നിനക്കറിയാലോ.
എനിക്ക് നീ പറയുന്ന മനസ്സിലാകും. പക്ഷെ എനിക്ക് വരാൻ പറ്റില്ലടാ. കുറച്ചും കൂടി ദിവസം മുമ്പാണ് നീ പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും. പക്ഷെ ഇപ്പം എൻ്റെ സാഹചര്യം അങ്ങനെയല്ല. ഒന്ന് മനസ്സിലാക്കണം എടാ, എനിക്ക് പറ്റില്ല. എന്താ പറ്റാത്തെ? അതിന് മാത്രം ഇവിടെ എന്താ നടന്നത്? എടാ, ആദ്യത്തെ ദിവസം മാത്രമാണ് അയാൾ എന്നോട് റൂഡായിട്ട് പെരുമാറിയത്. പിന്നീട് സോഫ്റ്റായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ആ ഒരു സ്വഭാവ മാറ്റം. ഞാൻ പ്രഗ്നൻ്റാണ്. നീ എന്നെ വിളിച്ച അപ്പെല്ലാം പറയുന്നില്ലേ? ഒന്ന് കള്ളു കുടിച്ച് നിന്നെ വന്ന് റേപ്പ് ചെയ്തതല്ലോ അവൻ്റെ കുഞ്ഞിട്ട് നിനക്ക് വേണോ? എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കിക്കോളാം. നിൻ്റെ ഭാര്യയുടെ നോക്കിക്കോളാം. വാടി, അവൻ ഇനിയും ചെയ്യും ഇങ്ങനെ. നായിൻ്റെ മോനെ, വേണ്ടാത്തറൊന്ന് പറഞ്ഞുണ്ടല്ലോ. ഇത്ര നേരം ഞാൻ കേട്ട് സഹിച്ചു നിന്നു. എൻ്റെ ഭാര്യയാണത്. എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ ആരാടാ? മുൻപ് നിൻ്റെ ഫ്യൂച്ചർ വൈഫാവേണ്ട പെണ്ണായിരിക്കാം. പക്ഷേ ഇവളിപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്ന സ്ത്രീയോ. ഇനി മേലും ഞങ്ങളുടെ ലൈഫിൽ വരരുത്. എന്താടാ പെട്ടെന്ന് നിനക്ക് ഓന്തിനെ പോലെ സ്വഭാവം മാറിയത്? അത് വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ നിനക്ക്. നീ സ്നേഹിച്ച നിൻ്റെ മാലാക പെണ്ണ്. എടാ ചെറ്റേ, എൻ്റെ പാസ്റ്റ് അത് വീണ്ടും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ജീവിതം ഇതെൻ്റെ ജീവിതം. അത് വെച്ച് കളിക്കരുത്. ആകാശ്, നീ നീ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നിർത്തണം. ഇവിടെ നിനക്ക് അങ്ങനെ വിളിക്കാൻ ഒരു അവകാശവുമില്ല. നീ മുമ്പ് സ്നേഹിച്ചില്ല ഒരു പെണ്ണിനെ, അതുപോലെ ഞാൻ സ്നേഹിച്ചവൻ തന്നെ വീണു. നിന്നെ കല്യാണം കഴിച്ചതോടെ ഞാൻ അതൊക്കെ നിർത്തി വെച്ചത്. പക്ഷെ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. നീ പോയിക്കോടാ. പൂജ, നീ ഒരിക്കലും എന്നോടിങ്ങനെ പറയരുത്. അതെനിക്ക് എത്രമാത്രം ഹേർട്ടാവുന്നൊന്ന് ചിന്തിക്കണം. ആകാശ്, ഒരിക്കലും ഇനി ഹേർട്ട് ചെയ്യില്ല. പക്ഷേ എന്ന് നീ എൻ്റെ കഴുത്ത് താല കെട്ടിയോ അന്ന് തൊട്ട് ഞാൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീ അറിഞ്ഞുകൊണ്ട് അല്ല അറിയാതെ ആണേലും എനിക്ക് തന്നൊരു സമ്മാനം ഇപ്പം എൻ്റെ വയറ്റിലുണ്ട്. അത് തന്നെ എൻ്റെ സന്തോഷം. ഇനി നമ്മൾ എന്തിനാ വഴക്കിടുന്നത്? നമുക്ക് നല്ലോണം ജീവിച്ചൂടെ, നല്ല ഭാര്യയും ഭർത്താവായിട്ട്. ഐ ലവ് യു ആകാശ്. എടി മോളെ, എത്രയായിട്ട് കണ്ടിട്ട് കല്യാണത്തിന് പോലും വന്നില്ലല്ലോ നീ. ഓ, കല്യാണത്തിന് വരാത്തൊന്നും ഇപ്പം പറയണ്ട. ഞാനിപ്പം വന്നല്ലോ നിങ്ങൾ രണ്ടുപേരും കാണാൻ. ഹായ് പൂജേൻ്റെ അനിയത്തി. ആ, നല്ല സുന്ദരിയാണല്ലോ. താങ്ക് യു, നീ നല്ല സുന്ദരിയാ. ഹായ് ആകാശ് ഏട്ടാ, സുഖല്ലേ? നിങ്ങൾ നല്ല മാച്ചാട്ടോ. ആ, സുഖം. താങ്ക് യു. നിങ്ങളെന്തെങ്കിലും കഴിക്കേ? ആകാശ്, നീ ഇപ്പം നല്ല ഹാപ്പിയാണ്. സാധാരണ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു ഹാങ്ക്രി ഫേസ് അല്ല, നീ എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടായപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു സ്മൈലി ഫേസ് ഉണ്ടല്ലോ, അതാണ് നിനക്ക് ചേരുന്നത്. ഇവളിതെന്താ പറയുന്നത്? ഇനി പഴയതൊന്നും പൊന്തിക്കണ്ട. എനിക്ക് ഇപ്പം എൻ്റെ ഹാപ്പിനെസ് നിൻ്റെ ചേച്ചിയും പിന്നെ നിൻ്റെ ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന ആ കുട്ടിയോ. അറിയാം ആകാശ്, ഒരിക്കൽ നമ്മളങ്ങനെ ആയിരുന്നല്ലോ. എന്നാ ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിയാണ്. മോള് പോവുകയാണോ? ഇതെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നേ? ആ, ഞാൻ നിങ്ങളൊക്കെ കാണാൻ വന്നതാ. പക്ഷെ ഇപ്പം പോകണം, കാരണം ലേറ്റായി. എനിക്കിനി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഇരുടായാൽ. പൂജ, നീ കിടക്കുന്നില്ലേ? ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന? തണുപ്പാടി. എന്താ ബന്ധം എൻ്റെ അനിയത്തിയായിട്ട്? ഓ, അപ്പോൾ അതൊക്കെ നീ കേട്ടായിരുന്നല്ലേ? ഏട്ടാ പറ, എന്താ ബന്ധം? ഞാൻ പറയാം പൂജ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണ്ട് സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് നിൻ്റെ അനിയത്തിയായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല നിൻ്റെ അനിയത്തിയാണെന്ന്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞത് അതെൻ്റെ ചേച്ചിയാണ്, നല്ല ബന്ധമാണെന്നൊക്കെ. പക്ഷെ ഞാൻ അവിടുന്ന് സംസാരിക്കാൻ പോയതിന് ശേഷം അവൾ ഒഴിവാക്കി. എന്താണെന്നറിയോ? അവൾ ലെസ്ബിയനാന്ന് പറഞ്ഞു. എല്ലാവരും ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് എന്നെ ലവ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് ലെസ്ബിയൻസിനോട് തീരെ താല്പര്യമില്ല. അതൊക്കെ എന്നോട് ഇപ്പോഴാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഒന്നുമില്ല പൂജ, സോറി, എനിക്ക് ഇത്രയേ പറയാൻ പറ്റുള്ളൂ. ഇത് തന്നെ പറയാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല, ഒരു ചേട്ടനും അനിയത്തിയും മാത്രമാണ്. ഇപ്പം എനിക്ക് നീയല്ല, നീ മാത്രം. പാവം എൻ്റെ അനിയത്തി സ്നേഹിച്ച പയ്യനല്ലേ ഞാനിപ്പോൾ. പൂജ, പ്ലീസ്, ദിസ് ഈസ് അവർ ലൈഫ്. ഡോണ്ട് തിങ്ക് പാസ്റ്റ്, പ്ലീസ്.
മോം മോം എൻ്റെ വാവ എന്ത് പറയുന്നു? വാവ ഭയങ്കര സേടാ പപ്പ. വാവയ്ക്ക് ഫുഡ് വേണം, മസാല ദോശ. അല്ല, അത് ഈ വലിയ വാവക്കല്ലേ? അങ്ങനൊന്നുമല്ല, എനിക്ക് മസാല ദോശ വേണം. നിനക്ക് മസാല ദോശ വേണോ, ഐസ്ക്രീം വേണോ, കേക്ക് വേണോ, എന്ത് പറഞ്ഞാലും ഈ ഡാഡി വാങ്ങിത്തരാം. എന്നാ ഡാഡി, ഐ വാണ്ട് ദിസ് ഓൾ. ആ, എല്ലാം വാങ്ങിത്തരാം. ബേബി പുറത്ത് വന്നു കഴിഞ്ഞാൽ ബേബിക്ക് ആ സ്പോട്ടിൽ തന്നെ എന്തായാലും ഡാഡിയുടെ സിസ്റ്റർ വാങ്ങി കൂടി തരും. ആ, എന്തായാലും എന്താ, ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ. എല്ലാം അറിയാതെ എല്ലാം എങ്ങനെയൊക്കെയോ നടന്നു. ആ, ഇങ്ങോട്ട് വാ, ഞാൻ ചവിട്ടി പുറത്താക്കും റൂമിൽ നിന്ന്. വാങ്ങിട്ടും